ഭീരുക്കലിടാക്രമണത്തിൽ തളരാതെ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഭാരതം. നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിറത്തോക്കുമായി വേട്ടയാടിയ ഭീകരരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആക്രമണം നടത്തിയ സംഘത്തിലെ അംഗങ്ങളെന്ന് സംശയിക്കുന്ന 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടു. മരിച്ചവരുടെ കുടുംബത്തിന് ജമ്മുകാശ്മീർ ഭരണകൂടം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടന്ന ബൈസാരണി സന്ദർശിച്ചു. ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന വിശദാംശങ്ങളും പുറത്തുവരികയാണ്. ഹാഫിസ് സെയ്ദുമായും ഹമാസ് നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന കൊടും ഭീകരനാണ് സൈഫുള്ള കസൂരി. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ശ്രീനഗറിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതീവ ജാഗ്രതയിലുമാണ് രാജ്യം. നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ പെഹൽഗാമിൽ അവസ്ഥ ശാന്തമാണ്. എന്നിരുന്നാൽ തന്നെയും ജമ്മുകാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. പഹൽഗാമിലേക്ക് ടൂറിസ്റ്റുകളെ ആരും തന്നെ കടത്തിവിടുന്നില്ല. ബാക്കി ഇടങ്ങളിൽ നോർമലായി കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിലും പൊതുവേ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ജമ്മുകാശ്മീരിൽ സാധാരണഗതിയിൽ ഇപ്പോൾ സീസണാണ്. വലിയ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഇന്നിപ്പോൾ സാധാരണഗതിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ശ്രീനഗറിലെ ഡാൽ ലേക്കിന് സമീപമാണ്. ഈ ഡാൽ തടാകം സാധാരണഗതിയിൽ ഇങ്ങനെയല്ല. ടൂറിസ്റ്റുകളെ കൊണ്ട് ഈ വഞ്ചികൾ മുഴുവൻ ഈ ടൂറിസ്റ്റുകളുമായി ഈ ഡാൽ തടാകത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ സഞ്ചാരികളുടെ വളരെ വലിയൊരു കുറവ് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ നമ്മളോടൊപ്പം ഒരു മലയാളി ചേരുകയാണ്. നമസ്കാരം ചേച്ചി. ടൂറിസ്റ്റ് ഏജൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ഇന്നലെ ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്? അതായത് പഹൽഗാമിൽ പഹൽഗാം എന്ന് പറയുമ്പം ഏകദേശം ശ്രീനഗറിൽ നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമുക്ക് പോവാൻ. അവിടെ ബൈസ്രാൻ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലിയിലാണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത്. ബൈസ്രാൻ വാലിയിലേക്ക് ഒന്നുകിൽ നമുക്ക് പോണി എടുത്തിട്ടാണ് പോവുക. പോണി എടുത്തിട്ട് പോകുന്നത് ഒരു ഇച്ചിരി റിസ്ക് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. പോണി റൈഡ് ചെയ്തവരെല്ലാം പറഞ്ഞിട്ടുള്ളത് ആ യാത്ര കുറച്ച് കഠിനമാണ്. അത്രയും കഠിനമായ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ കിട്ടുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെ ഓരോ സീസണിലും ഓരോ ഭംഗിയാണ്. അതായത് മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ ആ നാടിനെ നമുക്ക് പറയാം. അവിടെയാണ് ഈ വേദനാജകരമായ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്കും നമുക്കും മലയാളികൾക്കും അതിനകത്ത് അപകടം പറ്റിയിട്ടുണ്ട്. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളെ ഇത് എഫക്റ്റ് ചെയ്തു. ഒരുപാട് ടൂറിസ്റ്റുകൾ ചെതറി ഓടി, കുതിരയും മനുഷ്യനും എല്ലാം കൂടെ ചെതറി ഓടി എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ ഒരു മാസമായിട്ട് ശ്രീനഗറിലുണ്ട്. ഞാനൊരു ട്രാവൽ ഏജൻ്റാണ്. എൻ്റെ ഒരു ഗ്രൂപ്പ് ഇന്നലെ കയറി പോയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മിനിഞ്ഞാന്ന് പോയി വന്ന വഴികളാണ് ആ വഴികളെല്ലാം. മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ആ വഴി പോയി വന്നത്. അപ്പോഴൊന്നും നിലവിലൊരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ കാശ്മീർ ഇപ്പം ടൂറിസ്റ്റ് സീസണാണ്. ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നൊരു സമയമാണ്. ടൂലിപ്സിൻ്റെ സീസണാണ്. പൂക്കളും മഞ്ഞും എല്ലാം കൂടിയ ഒരു സമയമാണ് ഇപ്പം. ഈ സമയത്ത് അവർ ടൂറിസ്റ്റുകളെ കയറി ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു വല്ലാത്ത സങ്കടത്തിലാണ്. കാരണം കാശ്മീർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയിലെ സ്വർഗം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാവരുടെ മനസ്സിലും കാശ്മീർ കാണണം എന്ന് തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ എന്ത് പറയാം, നിർഭാഗ്യവശാൽ ഇന്നലെ അത് സംഭവിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ശേഷം കാശ്മീർ വളരെ ശാന്തമായിരുന്നു. 10 വർഷത്തിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കും, അതിനൊരു അമർച്ച വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിലവിൽ ഇപ്പം പഹൽഗാമാണ് ബാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ദാൽ ലേക്കാണ്. ദാൽ ലേക്കിൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇവർ ശിക്കാര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ടെററിസത്തിന് എതിരായിട്ട് ഇവരെല്ലാം ടൂറിസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ 2 മണി വരെ ഇത് എതിരായിട്ട് നിന്ന് ഇവരിത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മണിക്ക് ശേഷമാണ് ഇവരിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ വീണ്ടും അത്യാവശ്യം ഹൗസ് ബോട്ടുകൾക്കെല്ലാം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ഗുൽമാർഗ്, സോനാമാർഗ് ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാതെ നിങ്ങളുടെ യാത്രകളൊന്നും ക്യാൻസൽ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര വലിയൊരു പ്രശ്നമില്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പറയും ഇവിടെ ടൂറിസം ബാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ സർക്കാർ നല്ലൊരു തിരിച്ചടി അതിന് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെ എനിക്കുണ്ട്. അതങ്ങനെ തന്നെ ആയി വരട്ടെ.
ഇന്നലെ ഈ ഭീകരാക്രമണം നടന്നപ്പോൾ ഒരു പക്ഷേ ചില ടൂറിസ്റ്റ് ഗൈഡുകൾ, മലയാളികളായിട്ടുള്ള ചില ടൂറിസ്റ്റ് ഗൈഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുമായിട്ട് സംസാരിച്ചു. എന്തായിരുന്നു ഇന്നലെ അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ ഞങ്ങൾ ട്രാവൽ അസോസിയേഷനിൽ പെട്ട 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ അതിൽ 2-3 പേരുടെ ഗസ്റ്റിൻ്റെ മുന്നിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗസ്റ്റൊക്കെ പാനിക്കാണ്. പക്ഷേ ഇന്ന് പഹൽഗാമിൽ പോകേണ്ട ആളുകളെല്ലാം അത് ഡൈവേർട്ട് ചെയ്ത് ഗുൽമാർഗും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥലത്തോട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ അവിടുത്തെ അന്തരീക്ഷം കണ്ടവരെല്ലാം എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ കുറേ കാലത്തേക്ക് അവരുടെ മനസ്സിൽ നിന്ന് അത് മായും എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലാണ്. അതായത് കുതിരയും മനുഷ്യനും കൂടെ ചെതറി ഓടിയ ഒരു ഇതായിരുന്നു. അവർ ജീവനും കൊണ്ട് ഓടിയ ഒരു ഓട്ടമാണ് ഇന്നലെ അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും യാത്രകൾ ചെയ്യുന്നവരുമാണ്. നമുക്കോ നമ്മളെ കുടുംബത്തിനോ മറ്റുള്ളവർക്കോ ഒന്നും ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. മതം ചോദിച്ചായിരുന്നു ഇന്നലെ അക്രമം എന്നായിരുന്നു കേട്ടത്. അങ്ങനെയാണ് കേട്ടത്. ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു എന്നാണ് കേട്ടത്. ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അത് ചോദിക്കാൻ പാടില്ല ആരോടും. കാര്യം ഒരു രാജ്യത്ത് നമ്മൾ മുസ്ലിം മാത്രമല്ല പോണത്, ഹിന്ദു മാത്രമല്ല പോണത്, ക്രിസ്ത്യാനി മാത്രമല്ല പോണത്. എല്ലാവരും ആ രാജ്യത്ത് പോകുന്നുണ്ട്. ആ പൈസ അവർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇത് ഭാവിയിൽ ഈ ടൂറിസത്തിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവും പറയാൻ പറ്റില്ല ചിലപ്പം. കാരണം ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് കാശ്മീരിൽ ടൂറിസ്റ്റുകൾ അത്യാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്. ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു ടെൻഷനും പേടിയും വരാം. ചിലപ്പോൾ ഇതിന് തിരിച്ചടിയൊക്കെ അതിശക്തമായി കൊടുത്തു എന്ന് കാണുമ്പോൾ ധൈര്യം കുറച്ചും കൂടെ കൂടാം. പുൽവാമ അറ്റാക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ നമ്മൾ കേട്ടിട്ടില്ല. ആഫ്റ്റർ കോവിഡിൻ്റെ ശേഷം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. ധാരാളം ടൂറിസ്റ്റുകൾ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പേടി മാറി ഇപ്പോൾ യാത്ര ഇവിടെ ചെയ്യുന്നുണ്ട്. ചിലപ്പം ടൂറിസത്തിനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ട്രാവൽ ഏജന്റുമാരെല്ലാവരുമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വരണം. ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരും കാശ്മീർ കണ്ടിരിക്കണം. കാരണം ഇതുതന്നെയാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ആ ഭൂമിയിലെ സ്വർഗം. തീർച്ചയായിട്ടും സുരേഷ്, തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എത്ര മണിക്കൂറിനകം അല്ലെങ്കിൽ എത്ര ദിവസം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണേലും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളും പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഭാരതം തക്ക നാണയത്തിൽ തിരിച്ചടി നൽകും, മറുപടി നൽകും എന്നുള്ള കാര്യം തർക്കമില്ല. അവരുടെ വാക്കുകളിൽ നിന്നും അതുതന്നെയാണ് ഊഹിച്ചെടുക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഈ കാശ്മീരിൽ ശ്രീനഗറിൽ വളരെ വലിയ കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ഡാൽ തടാകത്തിലേക്ക് നോക്കിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഷിക്കാര ബോട്ടുകളുടെ വലിയ നിരകൾ ഉണ്ടാകേണ്ടതാണ്. വലിയ മലയാളികളടക്കമുള്ള ടൂറിസ്റ്റുകളുടെ വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ട ഒരു ഇടമാണ്. എന്നാൽ ഇന്നിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ശൂന്യത തന്നെയാണ് അനുഭവപ്പെടുന്നത്. പൊതുവെ ഈ മേഖലയൊക്കെ തന്നെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ പൊതുവെ ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഏതായാലും കർശന സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. CRPF-ൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ സംയുക്ത സംഘം ചേർന്നുള്ള സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റോഡിൽ ഓരോ 200 മീറ്റർ ഇടവേളകളിൽ കൃത്യമായി തന്നെ CRPF ജവാന്മാർ സുരക്ഷയൊരുക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇന്നലെ അക്രമം നടന്ന ഈ പെഹൽഗാമിൽ അവിടെ ഈ സുരക്ഷാ സേനയുടെ പ്രത്യേക സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. ഏതാണ്ട് 7 പേരുടെ സംഘമാണ് അക്രമം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ സംഘം ഒരുപക്ഷെ ഈ പ്രദേശം വിട്ടുപോകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇൻ്റലിജൻസ് വിവരങ്ങളടക്കം ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായ തിരച്ചിലും പരിശോധനയുമാണ് പ്രത്യേക സംഘം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് നിലവിൽ ഈ ടൂറിസ്റ്റുകളെ കടത്തിവിടുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കടത്തിവിടാതിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നാളെ ഈ പഹൽഗാം വീണ്ടും ഓപ്പൺ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് പരിശോധിക്കുമ്പോൾ ഈ കശ്മീരിലെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തന്നെ സാധാരണഗതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ 26 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ഇവിടുത്തെ കാശ്മീരിലെ ആംഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടുത്തെ PCR പോലീസ് കൺട്രോൾ റൂമിനോട് ചേർന്നാണ് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 26 മൃതദേഹങ്ങളും കിടത്തിയിരുന്നു. അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് അന്ത്യോപചാരം അർപ്പിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവരും അവിടെ എത്തിയിരുന്നു. ഇന്ന് അതിനുശേഷം അദ്ദേഹം നേരെ പ്രത്യേക ഹെലികോപ്റ്ററിൽ പോയത് ഈ പെഹൽഗാമിലേക്കാണ്. അവിടെയാണ് ഈ അക്രമം നടന്ന മേഖലകളിൽ അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹത്തിനോടൊപ്പം NIA-യുടെയും അതേപോലെ തന്നെ പോലീസിൻ്റെയും ആർമിയുടെയും ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എന്താണ് ഈ മോഡോസ് ഓപ്പറാൻഡി എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ ചോദിച്ചു മനസ്സിലാക്കി. അതനുസരിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. സുരേഷ്, ശ്രീനഗറിൽ നിന്നും S നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.